അപ്പോൾ വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെയാണ് ഇന്ന് കുക്കിംഗ് എല്ലാം. പിന്നെ വിഷുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നോർമൽ ചോറ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചിക്കൻ ബിരിയാണി പലതരം ഏതാണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിഫറെൻ്റായിട്ട് ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാകും. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ചിക്കൻ ടിക്ക ബിരിയാണി. ഓക്കെ, അപ്പോൾ അതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങുന്നു. ഓക്കെ, ആദ്യം തന്നെ വെള്ളത്തിൽ ബസ്മതി റൈസ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ നമ്മുടെ ബസ്മതി ക്ലാസിക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും നല്ല ഇനം ബിരിയാണി റൈസ് മതി. ഞാനിപ്പോൾ ഒരു 4 കപ്പ് എടുക്കുന്നു. ഓക്കെ, ഒരു പാക്കറ്റിൽ 5 കപ്പ് ഉണ്ടാവും, 1 കിലോയുടെ പാക്കറ്റിൽ. ഇത് കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുകാനൊന്നും നിൽക്കരുത്, പൊട്ടിപ്പോവും. അതായത് ഈ നമ്മൾ കുതിരാൻ വെക്കുന്നതിന് മുന്നെയാണ് കഴുകേണ്ടത്. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റായി കഴിഞ്ഞിട്ട് കഴുകിയാൽ അത് ഒടിഞ്ഞൊക്കെ പോകും, പൊട്ടിപ്പോകും, അതിൻ്റെ നീളമൊക്കെ കുറയും. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അരി കുതിരാനായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞു. പിന്നെ അതുപോലെ ചിക്കൻ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഞാൻ മാറിനേറ്റ് ചെയ്യാനും വെച്ച് കഴിഞ്ഞു. ഇത് രണ്ടും നമ്മൾ നേരത്തെ ഒരു അരി എനിക്കൊണ്ട് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ടാൽ മതി. ദാറ്റ്സ് മോർ ദാൻ എനഫ്. ചിക്കൻ മാറിനേഷൻ ഞാൻ കുറച്ച് 2 മണിക്കൂർ മുന്നേ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു. അത് ഇച്ചിരി ഓവർനൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ചിക്കൻ ടിക്കാസ് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടി. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണും ഇഞ്ചി പേസ്റ്റും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണും. ഇത് മാരിനേഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹങ്കേർഡ് എന്ന് പറയാം, അതായത് തൈരിനെ അരിപ്പയിലൂടെ ഇങ്ങനെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിക്ക് കിട്ടും, അധികം വെള്ളമില്ലാത്തത്. ഓക്കെ, ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് 3-4 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ, ഇതൊരു 1.25 1 300 1 400 ഒരു 1.5 കിലോയ്ക്ക് അകത്ത്, അതായത് 1 200-നും 1 500-നും ഇടയ്ക്കുള്ള ചിക്കൻ ആ ഒരു കണക്കിന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 1 കിലോയും 350 ഗ്രാമും വരും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി കുറച്ച് മുളക് പൊടി വേണം, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം ചാറ്റ് മസാല. ചാറ്റ് മസാലയൊക്കെ ചേരുമ്പോഴാണ് ആ ഒരു തിക്ക ഫ്ലേവർ കിട്ടുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ചേർത്താലും മതി. ഇനി കുറച്ച് കസൂരി മേത്തിയുടെ ഇലയും ചേർക്കാം. പൗഡറല്ല, ഇലയായിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മളൊരു ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇനി കുറച്ച് മസ്റ്റേർഡ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്, അത് കടുകിൻ്റെ എണ്ണ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സാധാരണ ഓയിൽ ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് ഏതാണ് ഇഷ്ടം അതെടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ട്രഡീഷണലായിട്ട് തന്നെ പോട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതെല്ലാം കൂടി ഒരു മിക്സിങ്. ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഏകദേശം എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ മണം. യെസ്, ഇനി ചിക്കൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്. ഇതും ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ വലിയ പീസായിട്ടല്ല, സാധാരണ ബോൺലെസ് ആയിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അതിപ്പോൾ വിത്ത് ബോണാണ്, പക്ഷേ സൈസ് ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ചില്ലി ചിക്കൻ്റെയൊക്കെ പോലെ എന്നൊക്കെ പറയാം. അതായത് തിക്ക സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വലുത് വേണ്ടാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 10 40 50 പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. 350 ആണ് വെയിറ്റ്. 400 വരെ നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, അതായത് ഫ്ലഷ് മാത്രം ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് അകത്ത്. ഇതിങ്ങനെ മാറിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം വെച്ചേക്കാൻ വേണ്ടിയാണ് നേരത്തെ. പിന്നെ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഫോമിൽ ചെയ്യണമെങ്കിൽ ഇച്ചിരി റെഡ് കളറും കൂടി ചേർക്കണം. നമ്മളൊരു ടിക്കാടെ കളറുണ്ടല്ലോ, ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ, പെർമിറ്റഡ് റെഡ് ഫുഡ് കളറും കൂടി ചേർത്താലാണ് ഒരു പ്രൊഫഷണൽ ലുക്ക്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. പിന്നെ കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ഇച്ചിരി ഇതൊരു ഷോ ആയതുകൊണ്ട് ആ കളർ കറക്റ്റായിട്ട് കിട്ടാൻ നിങ്ങൾക്കും കൂടെ കാണാനും ഇല്ലേ ഞാനിത് ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഇച്ചിരി കളറും കൂടി ചേർക്കുന്നു. പെർമിറ്റഡ് ഫുഡ് കളർ, പക്ഷേ ഇത് ഓപ്ഷണൽ, നിങ്ങൾക്ക് ആ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഓക്കെ, ഒരു ടിക്കയുടെ നിറമൊക്കെ കിട്ടും അങ്ങനെ ചേർക്കുന്നതുകൊണ്ട്.
പക്ഷേ ഞാൻ കളർ യൂസ് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് ചേർക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് മാറ്റി വെച്ചാൽ മതി നമുക്ക്. ഓക്കെ, കുറച്ച് നേരം, എത്ര നേരം വേണമെങ്കിലും ഞാനിത് രാവിലെ തന്നെ ശരിയാക്കി മാറ്റി വയ്ക്കണു. അടച്ച ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കും. ഓവർനൈറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്ത് വയ്ക്കുന്നത്. വലിയ പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. 4 കപ്പ് റൈസാണല്ലോ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഒരു 1.5 കിലോ അടുപ്പിച്ച് ചിക്കനുണ്ട്, 400 മറ്റോ ഉണ്ട്. ഓക്കെ, അത് മാറിനേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്കതൊന്ന്, സാധാരണഗതിയിൽ നമുക്ക് ടിക്ക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഗ്രില്ല് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ആ ഗ്രിൽ മോഡിലിട്ടിട്ട് ഒന്ന് എടുക്കുക. പക്ഷേ അതല്ലെങ്കിൽ നമുക്ക് പാൻ ഫ്രൈ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതിലാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ പീസസ് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വറുത്ത് പോലുമല്ല, ഇങ്ങനെ ഗ്രിൽ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് പാൻ ഫ്രൈ ഒക്കെ ചെയ്യില്ല, അതുപോലെ ചെയ്യും. ഓക്കെ, വി ആർ പുട്ടിങ് പീസസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ബോൺ വിത്താണ് ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിന് നല്ല വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. ക്വാണ്ടിറ്റി കൂടുതൽ പറ്റും. രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ആകുന്നതിനനുസരിച്ചിട്ട്. നല്ല മണം. ഇത് ആക്ച്വലി നിങ്ങൾ ഓവനിൽ ഒരു 180-ൽ 45 to ഒരു 1 hour, 45 minutes to 1 hour എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലിൻ്റെ ഉപയോഗമൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഗ്രില്ലും ഓവനൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സെറ്റായി വരികയാണ്. ഞാൻ ഈ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് സൈഡ്സിൽ ചൂട് കുറവായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വെച്ചു. ഓക്കെ, പ്ലേറ്റ് എടുത്തു തുടങ്ങാം. ചിക്കൻ ടിക്കാസ് ആർ ഗെറ്റിംഗ് റെഡി. സോ ഫസ്റ്റ് ലോട്ട് ഇസ് റെഡി. ഇനി സെക്കൻഡ് ലോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ അല്പം ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പീസസ് എല്ലാം നമ്മുടെ ചിക്കൻ ടിക്ക ഇസ് റെഡി. പിന്നെ ഇച്ചിരി ഞാൻ ആ ഒഴിച്ച എണ്ണയിൽ തന്നെ ഇത്രയും ബാക്കിയുണ്ട്, നോക്കിക്കോളൂ. ഇത്ര എണ്ണയുണ്ട്. ഇത് ആ മസാലയൊക്കെ ഇറങ്ങിയ എണ്ണയാണ്. ഇതിനകത്തുള്ള മട്ടി ഉള്ള കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടാവില്ല, എന്തായാലും കുറച്ച് പൊടിയുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ കംപ്ലീറ്റ് ഇതിൽ നിന്നും കണ്ണാപ്പം കൊണ്ട് ഡ്രെയിൻ ചെയ്തെടുത്തു. ആൻഡ് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹോൾ സ്പൈസസ് ആണ്. ബേ ലീഫ് ചെറുതാണ്, അത് കാരണം ഒരെണ്ണം കൂടി ഇടുന്നു. ഒരു 6 ഏലക്ക, 6-7 ഗ്രാമ്പു, പട്ടയുടെ കഷ്ണങ്ങൾ, ഇനി കറുത്ത ഏലക്ക, ദാറ്റ് ഇസ് ബ്ലാക്ക് കാർഡമം, അതൊരു 3 എണ്ണം ചേർത്ത്. പിന്നെ ഒരു തക്കോലം. എല്ലാം കിടക്കട്ടെ. ഒരു ചെറിയൊരു മൂത്തൊരു മണമൊക്കെ വരുന്നുണ്ട്. ഹോൾ സ്പൈസസിൻ്റെ ഒരു മണം വരണം നന്നായിട്ട്. മൂത്ത് തുടങ്ങുമ്പോൾ വീഴും. ഇത് ഇഞ്ചി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ്. പച്ചമുളക് ഒരു 2 എണ്ണം, 2-3 ചെറുതായി അരിഞ്ഞതും. വെളുത്തുള്ളി വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ. എത്തിയിട്ടുണ്ട്. പുടു കുക്ക്. ഓക്കെ, പുടു ഇത് പിടിച്ച് അമ്മമ്മയുടെ കൂടെ ഇടും. ഓക്കെ, വിൽ പുട്ട് ഇറ്റ് ടുഗെദർ. പുടുവിനെ ഇളക്കണോ? ഓക്കെ, കുക്ക് the moon. Yeah, it's very hot. We'll get an ouchie. Oh, okay.
സവാള ചേർക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു, നല്ലതായിട്ട് മൂത്തു. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്താണെങ്കിലും കുഴപ്പമില്ല. 1.5 ടേബിൾ സ്പൂൺ. സവാള ഒരു 4 എണ്ണം ഉണ്ട്, ഫൈൻലി ചോപ്ഡ്. ഒന്ന് വഴണ്ട് വാടി കളറൊക്കെ മാറട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. കാര്യം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ ടിക്കാക്കി വെച്ചിരിക്കുന്നത്. കുങ്കുമപ്പൂ ഇച്ചിരി പാലിൽ, ചൂട് പാലിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് കുങ്കുമപ്പൂ വിഷ്ണു കൊണ്ടുവന്നതാണ്, ഒരു സൈഡിലിരിക്കട്ടെ. ഒരു 1/2 കപ്പ് പാല്. 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്നു, അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ടിക്ക റെഡി. മസാലയുടെ കാര്യങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. അരി കുതിർന്ന് റെഡിയായിരിക്കുവാണ്. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഒരു 3/4 വേഗിൽ വേവിച്ച് ഊറ്റിയെടുക്കണം. ആ സമയത്ത് അതിനകത്ത് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇടും. അതായത് ബേ ലീഫ്, പിന്നെന്താ ഇതുപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കാം വെള്ളത്തിൽ. അപ്പോൾ സവാളയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു തുടങ്ങി, കളറൊക്കെ മാറി കുഴഞ്ഞ്. അതേ നോക്കിയാൽ ക്വാണ്ടിറ്റി എല്ലാം ഒരുപാട് കുറഞ്ഞില്ലേ? യെസ്. ഇനി കാര്യങ്ങളൊക്കെ ചേർക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്, കുറച്ച് കാര്യങ്ങളെല്ലാം. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം. വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ്റെ ഇതിന് 1/2 ടീസ്പൂൺ ചേർക്കും. ഇനി കുറച്ച് മുളക് പൊടി ചേർക്കണം. 1, 2, ഓക്കെ, 1 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂൺ. ഇനി ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ചിക്കന് വേറെ മസാലയ്ക്ക് വേറെ. കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുന്നു. പൗഡറല്ല, ഇലയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് അപ്പം എല്ലാ ഭാഗത്തിനും മൂത്ത് കഴിഞ്ഞു. ഒരല്പം ജീരകപ്പൊടി ആവാം, ഒരു 1/4 ടീസ്പൂൺ. നല്ല ജീരകം പൊടിച്ചതാണ്. ഓക്കെ, 2 വലിയ ടൊമാറ്റോ അരച്ചത്, പ്യൂറേറ്റ് ചേർക്കുന്നു. തീ കൂട്ടി കൊടുക്കട്ടെ. ടൊമാറ്റോയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറണം. ഇതിലങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. തൈര് ഒരു 4-5 ടേബിൾ സ്പൂൺ, അതായത് 1, 2, 3, ഏകദേശം ഒരു 1/2 കപ്പ് അടുപ്പിച്ച് തൈര് ചേർക്കാം. ഓക്കെ, 1/2 കപ്പ് കംപ്ലീറ്റ് വേണ്ട, ഹങ് കേർഡ് പോലെ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുള്ള തൈരാണ്. അധികം പുളിയുള്ള തൈര് വേണ്ട, മീഡിയം നോർമൽ. അപ്പോൾ ടൊമാറ്റോ 2 വലുതും, ഇതൊരു 4-5 വലിയ ടേബിൾ സ്പൂൺ ഹങ് കേർഡ്. അത്രയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, എങ്കിലും ഇതിന് അരപ്പിനും വേണമല്ലോ. പുതിന ലീവ്സും മല്ലി, ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം. രണ്ടും കൂടി ചേർത്തിട്ട് 1/2 കപ്പ്, 1/4 കപ്പ് ചേർക്കാൻ വേണമെങ്കിൽ. മസാലയൊക്കെ നോക്കിയേ നല്ല എണ്ണയിലൊന്നും വിട്ട് വരുന്ന പോലെ ആയില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ കുതിർത്തരച്ച കാഷ്യൂ പേസ്റ്റ് 50 ഗ്രാം, ഇച്ചിരി വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. കാഷ്യൂ പേസ്റ്റ് റിച്ചായതുകൊണ്ടോ ഗ്രേവിയെല്ലാം. വാവ്, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എല്ലാം കൂടി കിടന്ന് സെറ്റ്. ഇനി ഒരു ലാസ്റ്റ് സീൻ കൂടി നിങ്ങൾ കാണാൻ പോകണം. ഇത് കുറച്ചുകൂടി റിച്ചാകുന്ന കാഴ്ചയാണ്. കുറച്ച് ഫ്രഷ് ക്രീം, ഏതാണ്ടൊരു നോക്കിക്കോളൂ, ഫ്രഷ് ക്രീം ഒഴിക്കുന്നു. വാവ്, സൂപ്പർ. തീ ഞാൻ ഓഫ് ചെയ്യുവാണേ. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് പിന്നെ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പോ 3/4 കപ്പോ ഒക്കെ ആയാലും കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചത്. ഓക്കെ, 100 ഗ്രാം. വാവ്, ഒരു വാവ് ഫാക്ടർ ഉണ്ട് ഇപ്പോൾ. എല്ലാം കൂടി വരുമ്പോൾ ഇപ്പോൾ നല്ലൊരു തിക്ക് ആൻഡ് റിച്ച് ഗ്രേവി ഇവിടെ റെഡി. ഇനി ഞാൻ ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. കാര്യം നമുക്ക് ഈ പാത്രം ആവശ്യമുണ്ട്, അതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഗ്രേവിയെ മാറ്റുകയാണേ.
ടിക്ക മസാല ഗ്രേവി. അപ്പോൾ ഇനി റൈസ് കഴിക്കുന്ന കാര്യമാണ്. അപ്പോൾ മസാല റെഡി, ചിക്കൻ ടിക്ക ഇസ് റെഡി ആൻഡ് നൗ ഫോർ ദ റൈസ്. എന്നെ നോക്ക് വേർത്ത്, ഇവിടുത്തെ AC ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്തില്ല, കംപ്ലയിൻറ്റാണ്, നന്നാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് അതിൻ്റെ ബോർഡ് മാറ്റാൻ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് വറുക്കുന്നു. ഓക്കെ, വെള്ളം ഏതാണ്ട് തിളയ്ക്കുന്നു, നോക്കാം. വെള്ളത്തിലേക്ക് ഒരു പച്ചമുളക് ഇടുന്നു, 2ആയിട്ട് മുറിച്ചത്. പിന്നെന്താ, ഹോൾ സ്പൈസസ് ആസ് യൂഷ്വൽ. ഒരു ഇല, പട്ട, ഒരു 3-4 ഏലക്ക, ഗ്രാമ്പു മുതലായ കാര്യങ്ങൾ ഇടും. റൈസിന് ടേസ്റ്റ് വന്നെങ്കിൽ സാഹചര്യം വരണം. ഓക്കെ, ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ വരെ ആകാം. നന്നായിട്ട് തിളക്കട്ടെ. ഒരു തക്കോലും കൂടി ഇടാം, സ്റ്റാർ അനീസ്, പിന്നെ 2 ബ്ലാക്ക് കാടമോ എക്സ്ട്രാ. ഓക്കെ, മസാലയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് റൈസിന് നമ്മൾ ഊറ്റുന്ന സമയത്ത് വെള്ളം അതിനകത്ത് നീ ഹോൾ സ്പൈസസിനൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കുക. അരിയിൽ ചോറിന് ആവശ്യമുള്ള ഉപ്പ്, മസാലയുടെ ഉപ്പെല്ലാം മനസ്സിൽ കണ്ടോളൂ, നല്ല ഓവറാക്കണ്ട ഒന്നും. ഓക്കെ, നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ കുതിർത്ത അരി ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ല ഇനം ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. 3/4 കുക്ക് ചെയ്താൽ മതി, ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. ഓക്കെ, നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാകം നോക്കി ഊറ്റാം. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ച് കഴിഞ്ഞു. അപ്പോൾ റൈസ് ഇപ്പോൾ ആകും, അന്നേരം നേരെ ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് തന്നെ ഊറ്റിയിടാം. ആദ്യം നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാത്രം ചെറിയ ചൂടിലിട്ടിരിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ട് നെയ്യ്. നമ്മുടെ റൈസിൻ്റെ മിക്സിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം. അപ്പോൾ ചോറ് നല്ല റൈസാണ് എങ്കിലും തമ്മിലൊട്ടാണ്ട് നല്ലൊരു നിറവും കൂടി കിട്ടും, കുറച്ചുകൂടെ വൈറ്റിഷായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഈ മസാലാസ് എല്ലാം പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഊറ്റുന്ന സമയമാകുമ്പോൾ ആദ്യം ഇതങ്ങോട്ട് മാറ്റാം, എന്നിട്ട് റൈസ് ഊറ്റിയെടുത്താൽ മതിയല്ലോ. സാഹചര്യമൊക്കെ അതിനകത്ത് കിടക്കട്ടെ, അത് നല്ലതാണ്, കഴിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ദമ്മിടുന്നുണ്ട്, അപ്പോഴും ഒരു വേഗം ഉണ്ടാവും, അതും കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ഊറ്റേണ്ടത്. ഓൾറെഡി മസാലാസ് ഞാൻ മാറ്റാൻ പോവുകയാണേ. അപ്പോൾ ഈ കറുത്ത ബ്ലാക്ക് കാടമം പെരുകിയിരിക്കുന്നു, വലുതായിട്ട് ഡബിൾ സൈസായി. ഒരു ബേ ലീഫ് ഉണ്ട്, അതും കൂടി മാറ്റട്ടെ. യെസ്, ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഊറ്റിയിടാം. ഒരു ലെയർ ആദ്യം. ഓക്കെ, ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല, അത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് കത്തിച്ച് കൊടുക്കാം. നല്ലൊരു ബേസ് ഫിക്സ് ചെയ്യുക. ഇനി ഇത്രയും തന്നെ ബാക്കിയുണ്ട് റൈസ്, അത് നമുക്ക് സെക്കൻഡ് ലെയർ ആക്കാം. ഇനി ഇത് തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ റൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല, ചിക്കനെ വേണമെങ്കിൽ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യാം, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. നിറയെ മസാലയുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് നമ്മുടെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന, ഇതിപ്പോൾ പാൻ ഗ്രിൽഡാണ്, ടിക്ക പീസസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാവ്, അതിൻ്റെ മസാലയിലൊക്കെ പിടിച്ചോളും. ഓക്കെ, ബാക്കി കുറച്ച് മസാല ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു, അതും കൂടി ഫില്ല് ചെയ്യാം. ഇതെല്ലാം ആ താഴത്തെ മസാലയും മേളത്തെ മസാലയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത് കറക്റ്റ് കവേർഡാവും. എൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില. ഓക്കെ, ഇനി നമുക്ക് ബാക്കി റൈസും കൂടി മുകളിലേക്ക് ഊറ്റിയിടാം. ഫുൾ കവർ ചെയ്ത് വയ്ക്കണം. നല്ലൊരു ലെയർ ഓഫ് റൈസ് ഇനിയുണ്ടേ, കഴിഞ്ഞിട്ടില്ല. താഴെ നമ്മൾ നല്ലൊരു തിക്കൊരു ലെയറാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ, കാര്യം ഇത്രയും ചിക്കനും ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ റൈസ് കറക്റ്റാണ്. 4 കപ്പ് റൈസ് അരിയാണ് എടുത്തത്, ഏകദേശം 3/4 കിലോ എന്ന് പറയാം. നമ്മൾ ദമ്മിടുമ്പോൾ ഇങ്ങനെയാണല്ലോ, സാൻഡ്വിച്ച് പോലെ നടുക്ക് നമ്മുടെ ചിക്കനും മസാലയും വെള്ളം താഴെയും റൈസും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതൊരു 3/4 വേഗിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ദമ്മിലാണ് ബാക്കി 1/4 കുക്കിംഗ് നടക്കാൻ പോകണം. കഴിഞ്ഞു. കുറച്ച് മല്ലിയിലയും കൂടി മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം.
പുതിന നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ ഇട്ട ചാലിച്ച പാലുണ്ടല്ലോ, ആ പാലും പിന്നെ അവിടെ ആയിട്ട് ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നല്ല സോഫ്റ്റാകും റൈസിന് നല്ല മൃദുത്വം ഉണ്ടാകും, പിന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും അവിടെ ആയിട്ട്. ഓക്കെ, നല്ലൊരു മണവും രുചിയൊക്കെ കൂടും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇറ്റ്സ് എക്സ്പെൻസീവ് കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ. താഴേക്ക് അത് പോയിക്കോളും. ആ രീതിയിലാണ് ഞാൻ ഇടുന്നത്. ഇനി അവിടെ ആയിട്ട് ഇച്ചിരി നെയ്യ്. നമ്മൾ ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് താഴെ ഒഴിച്ചിട്ടുണ്ട്, മുകൾ ഭാഗത്തൊന്നും ഇട്ടിട്ടില്ല. സോ ഇതും താഴോട്ട് പോയിക്കോളും. 1-2 ടേബിൾ സ്പൂൺ നെയ്യ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ, ഒരുപാടൊന്നും വേണമെന്നില്ല. ഈ രീതിയിൽ ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5, ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി ദമ്മിങ് പ്രോസസ്സാണ് വേണ്ടത്. ഞാൻ അടുപ്പ് കത്തിച്ച് ഇവിടെ ഇപ്പോൾ ചപ്പാത്തി കല്ല് വെച്ചു. എന്നിട്ട് കല്ല് നല്ല ചൂട്. ഓക്കെ, ഇനി നമ്മുടെ ദമ്മ് വെച്ചിരിക്കുന്ന കാര്യം നല്ല എയർ ടൈറ്റാണ് ഈ ഒരു അടപ്പ്. എന്നിട്ട് തീ ഒന്ന് കുറയ്ക്കുന്നു. ഇനി ഒരു ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് ഇരിക്കട്ടെ, മീഡിയം ലോ ഫ്ലെയിം. ഇത് നല്ല എയർ ടൈറ്റാണെങ്കിൽ ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ ദമ്മ് പൊട്ടിക്കും. ഇനിയിപ്പോൾ ഗോതമ്പൊന്നും വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ശരിയാവും. സൂപ്പറായിട്ടുള്ളൊരു യമ്മി റിച്ച് ബിരിയാണിയാണിത്. ഇച്ചിരി സമയം കൂടുതലെടുത്ത് ചെയ്യേണ്ടതാണ്, പക്ഷേ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു ഗുണവും കിട്ടും. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാമേ. അങ്ങനെ ചിക്കൻ ടിക്ക ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതാണ് വിഷ്ണുവിന്. അരു കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കും. ഓക്കെ, കാണുമ്പോൾ അറിയാതെ കഴിച്ചു. ഇപ്പോൾ വേണ്ടാന്നാണ് പറഞ്ഞത്. എന്തായി വിഷ്ണുവിനാണെങ്കിൽ ആഹാരമൊക്കെ ഒരുപാട് ആഹാരം കഴിക്കാനൊക്കെ ഇതിന് ഭയങ്കര ക്രേവിങ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചാളായി. സാധാരണ നാടൻ ചോറും സാമ്പാറും ആയാലും മതി, പക്ഷെ ബിരിയാണി ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അമ്മിക്കടുത്ത് വെച്ച് വെയിറ്റ്. ഞാൻ പക്ഷെ പോയി മേലൊക്കെ കഴുകി വീണ്ടും ഡ്രസ്സ് മാറി. യെസ്, വാവ്, ചൂട് അമ്മ, നല്ല രസമുണ്ട്. അത് വിഷ്ണു കൊണ്ടുവന്ന കുങ്കുമപ്പൂവാണ്. അതെ, യെസ്, അത് ഞാൻ ഉപയോഗപ്പെടുത്തി പോലെ. സന്തോഷായോ? യെസ്, we haven't wasted it. correct. അതെ, ഇപ്പൊ കുങ്കുമപ്പൂ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്ന ആ സ്റ്റേജ് കഴിഞ്ഞല്ലോ. പൂടു എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ടോ? പൂടു ആക്ച്വലി പറഞ്ഞാൽ ഒരു വിഷ്ണു വരുന്ന ദിവസമൊക്കെ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ എഴുന്നേറ്റത് കൊണ്ട് ഇന്നലെ ഇന്നൊക്കെ ഉറക്കം എല്ലാം കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അപ്പൂപ്പനായിട്ട് കുറേ നേരം കളിച്ചിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. ഓക്കെ, ഇതേ നോക്ക്, ഇഷ്ടപ്പെട്ടോ? ഓ, ഇതേ നോക്ക്, സോ നൈസ്. നോക്കൂനെ, വാവ്, ദ മസാല. ആൻഡ് ഇങ്ങനെയാണ് എടുക്കണ്ടേ. ഓക്കെ, എടുക്കട്ടെ? യെസ് പ്ലീസ്. വിഷ്ണു, ഇത്ര വെച്ച് തുടങ്ങാം. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം. സൂപ്പർ. യാ, കുങ്കുമപ്പൂ കിട്ടി. യെസ്, വിഷ്ണുവിൻ്റെ കുങ്കുമപ്പൂ. എൻ്റെ കുട്ടി കുങ്കുമപ്പൂ, സ്പെഷ്യൽ കുങ്കുമപ്പൂ. അടിപൊളിയാട്ടോ ഈ ഒരു ബിരിയാണി. കഴിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം മതി. സലാഡ് കൂടി കൊണ്ടുവരാം. ഓക്കെ, കുറച്ച് റേത്ത. ഓക്കെ, ഓ, എങ്ങനെയുണ്ട് മുന്നേ? സൂപ്പർ. സത്യമാണോ പറയുന്നത്? അഭിനയിക്കല്ലോ. കൊള്ളാം, സൂപ്പർ, അനുകുട്ടി എന്ന് പറയണോ? ഞാൻ വിഷ്ണുവിൻ്റെ ഒന്ന് ശകലം ടേസ്റ്റ് ചെയ്യാമേ. ഓക്കെ, വെരി നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കുങ്കുമപ്പൂ സ്പെഷ്യൽ, അതുകൊണ്ടാണ് കൂടുതൽ ടേസ്റ്റ്. കുങ്കുമപ്പൂ വിഷ്ണു കൊണ്ട്. ആ ടിക്ക എങ്ങനെയാണ്? ചിക്കൻ നന്നായിരുന്നു. വെരി ടേസ്റ്റി. How was it? Perfectly cooked. Okay. Correct. നോർത്ത് ഇന്ത്യ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. സൂപ്പർ, ട്രൈ ചെയ്യണം. കുറച്ച് പ്രോസസ്സ് കൂടുതലാണ്, ബട്ട് വർത്ത് ഇറ്റ്. ഞാൻ അതാണ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വീണ്ടും വന്നത്.
നന്നായിട്ട് വേർത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിക്ക ബിരിയാണി ഉണ്ടാക്കാൻ മറക്കണ്ട, നല്ലതായിരിക്കും. ഇനി വിഷുവിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മാസം, സ്പെഷ്യൽ. അതെ, ഒരു മാസത്തോളം വിഷു ഇവിടെ ഉണ്ട്. പല പല സ്പെഷ്യലും പല പല കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ഇതൊക്കെ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നോക്കാം പറ്റുന്ന പോലെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.